സോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതിനെ വിശ്വസിക്കുന്നു. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നിങ്ങളെ പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു സ്റ്റോൺ പേപ്പർ സിസർ ഗെയിം ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിക്കാനാണ്. സോ നിങ്ങളിൽ പലരും പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ കേട്ടിട്ടുള്ളവരായിരിക്കും. പലർക്കും പൈത്തൺ പ്രോഗ്രാമിംഗ് എന്താണെന്ന് അറിയത്ത പോലും ഇല്ലായിരിക്കും. സോ ഇനി ഒരു മിക്സഡ് ഓഡിയൻസ് ആയിരിക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുന്നത്. സോ അതുപോലെ തന്നെ പൈത്തൺ പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്തിരിക്കുക. കാരണം ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഇതേ സീരീസിലുള്ള മറ്റ് വീഡിയോസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. സോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. സോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റർ DNV യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, നമുക്ക് നമ്മുടെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി നിങ്ങളുടെ ഡെസ്ക്ടോപ്പിനകത്ത് പൈത്തൺ ഐഡിൽ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സോ അല്ലെങ്കിൽ ഉബുണ്ടോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻബിൽട്ട് ആയിട്ട് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ എനിവേ നമ്മളിത് ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ നമ്മൾ അതിനകത്ത് പുതിയൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ കമാൻഡ്സ് കൊടുത്തു തുടങ്ങാം. നമ്മളൊരു സ്റ്റോൺ പേപ്പർ സിസർ ഗെയിമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ യൂസറിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് എപ്പോഴും മാനുവലായിട്ട് നമുക്ക് ഇൻപുട്ട് കിട്ടും. എന്നാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇൻപുട്ട് നമുക്ക് വേണം. സോ നമ്മൾ അതിനുവേണ്ടി നമ്മൾ റാൻഡം എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതാകുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് റാൻഡമായിട്ട് നമ്മുടെ ഇൻപുട്ട് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതിനുവേണ്ടി നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, സ്കോർ സിസ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ അതിനെ 0 ആക്കി സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്കോർ യൂസറും ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ഇനി നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഓപ്ഷൻസ്. അതിനകത്ത് നമ്മൾ 3 ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്: സ്റ്റോണ്, പേപ്പർ, അതേപോലെ സിസേഴ്സ്. ഈ ഒരു ഓപ്ഷൻസിൽ നിന്നായിരിക്കും നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സാധനമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിനുശേഷം നമ്മളൊരു വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ വൈൽ ലൂപ്പിനകത്ത് നമ്മുടെ സ്കോർ സിസ് എന്ന് പറയുന്ന വേരിയബിളും അതുപോലെ സ്കോർ യൂസർ എന്ന് പറയുന്ന വേരിയബിളും 5-നേക്കാൾ ലെസ് ആണെങ്കിൽ മാത്രം ഈ ഒരു കമാൻഡ് മുമ്പോട്ട് പോവുക. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വിന്നിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 5 പോയിന്റ്സ് ആണ്. ഏതെങ്കിലും ഒരു ഇപ്പോൾ യൂസർ ആയിക്കോട്ടെ സിസ്റ്റം ആയിക്കോട്ടെ, അതിനകത്ത് ഏതെങ്കിലും ഒരാൾ 5 പോയിന്റ്സ് റീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗെയിം സ്പോട്ടിൽ എൻഡ് ആവുന്നതാണ്. സോ അങ്ങനെ ഒരു സംഭവം നടക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ വൈൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ബ്ലാങ്ക് പ്രിൻറ്റിങ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ യൂസർ ചോയ്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ സിസ്റ്റത്തിന് ചോയ്സ് നമ്മൾ ഓൾറെഡി അതിനകത്ത് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. യൂസറിൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് സ്റ്റോണിൻ്റെ പേപ്പർ സിസർ. ഇത് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു കമാൻഡ് കൊടുക്കുന്നു. ആ കമാൻഡ് ലാസ്റ്റ് നമ്മൾ .lower എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ യൂസർ പലപ്പോഴും നമ്മൾ ഹ്യൂമൻസ് ആണ്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്റ്റോൺ എന്ന് പറയുന്നത് എസ് സ്മോൾ അടിക്കും, എസ് ക്യാപിറ്റൽ അടിക്കും, ചിലർ ഫുള്ള് ക്യാപിറ്റൽ അടിക്കും, ചിലർ ഫുള്ള് സ്മോൾ അടിക്കും. ഇങ്ങനെയൊക്കെ അടിക്കും. പൈത്തൺ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു അക്ഷരങ്ങളുടെ ലോവർ കേസ് അപ്പർ കേസ് തമ്മിൽ അവർ വേർതിരിച്ച് കാണുന്നുണ്ട്. നമ്മൾ കൊടുത്തപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന സ്റ്റോൺ ഫുൾ സ്മോൾ ലെറ്റർ ആണ്. ആ രീതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഇൻപുട്ട് പൈത്തൺ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ വേറെ രീതിയിൽ അടിച്ച് കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യില്ല. സോ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കയറി വരുന്ന ഇൻപുട്ടിനെ നമ്മൾ ഫുള്ള് ലോവർ കേസിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് അടുത്ത കമാൻഡിലേക്ക് പോകുന്നത്. സോ ഇനി നമ്മുടെ യൂസർ ചോയ്സ് നമ്മുടെ ഓപ്ഷൻസിൽ ഇൻക്ലൂഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, OPT_choice എന്ന് പറഞ്ഞ്. അതിനെ നമ്മൾ യൂസർ ചോയ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ചെയ്യണം. ഇനി നമ്മൾ സിസ് ചോയ്സ് എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത റാൻഡം.choice. അതേപോലെ ആ ഒരു നമ്മുടെ ഓപ്ഷൻസ് പറഞ്ഞ ലിസ്റ്റ് ഇൻക്ലൂഡ് ആക്കി കൊടുക്കുകയാണ്. സോ അതിൽ നിന്നും സിസ്റ്റം ചോയ്സ് ഓട്ടോമാറ്റിക്കലി ഒരെണ്ണം സെലക്ട് ചെയ്തോളും. അതിനുശേഷം അത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഓപ്ഷൻ ചോയ്സും അതേപോലെ സിസ് ചോയ്സും ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം, നമ്മൾ സ്റ്റോൺ പേപ്പർ സിസ് എന്ന ഗെയിം നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്ന ടൈമിൽ നമ്മളുടെ 2 കൂട്ടരും സ്റ്റോണോ അല്ലെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ സിസറോ ഒരുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും പോയിന്റ് കിട്ടില്ല. സോ അങ്ങനെ നമ്മളോട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ഓപ്ഷൻ ചോയ്സ് സിസ്റ്റം ചോയ്സുമായിട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സെയിം, സോ നോ പോയിന്റ്സ് എന്ന് പ്രിൻറ്റ് ചെയ്യുകയാണ്. അതുപോലെ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ കറണ്ട് പോയിന്റ്സും അതുപോലെ യൂസറിൻ്റെ കറണ്ട് പോയിന്റ്സും രണ്ടും പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സപ്പോസ് നമ്മുടെ ഓപ്ഷൻ ചോയ്സ് സ്റ്റോൺ ആണ്, അതുപോലെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ചോയ്സ് പേപ്പർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളുടെ കൂട്ടുകാരൻ പേപ്പറും നമ്മൾ സ്റ്റോണുമാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പേപ്പർ സ്റ്റോണിനെ പൊതിഞ്ഞ് കൂട്ടുകാരനായിരിക്കും പോയിന്റ് കിട്ടുക. അതുപോലെ തന്നെ നമ്മളുടെ സിസ്റ്റത്തിനായിരിക്കും ഈ ഒരു അവസരത്തിൽ പോയിന്റ് കിട്ടുക. സോ നമ്മൾ പ്രിൻറ്റ് 1 പോയിന്റ്സ് സിസ്റ്റം എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വേണ്ടപ്പെട്ട ഒരു സാധനമാണ് സ്കോർ സിസ് +or-=1 എന്ന് പറയുന്ന കമാൻഡ് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ നമ്മുടെ അങ്ങനെ വരുമ്പോൾ സിസ്റ്റത്തിന് ആ ഒരു ടൈമിൽ പോയിന്റ് കിട്ടുന്നു. തൊട്ടടുത്ത കമാൻഡ് നോക്കുക, ഇഫ് ഓഫ് ചോയ്സ് = പേപ്പർ ആൻഡ് സിസ് ചോയ്സ് = സ്റ്റോൺ. അങ്ങനെ വരുന്ന അവസരത്തിൽ എന്താണ്, നമുക്ക് യൂസറിനാണ് പോയിന്റ് കിട്ടുക. കാരണം യൂസറാണ് പേപ്പർ കിട്ടുക, യൂസറിനാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. യൂസർ പേപ്പർ വെച്ച് സ്റ്റോണിനെ പോകുന്ന ടൈമിൽ യൂസറിനായിരിക്കും പോയിന്റ് കിട്ടുന്നത്.
സോ അവിടെയും ആണ് നമ്മുടെ കമാൻഡ്സ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ചെറിയൊരു വ്യത്യാസം മാത്രം വരുത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓപ്ഷൻ ചോയ്സ് സിസ്റ്റേഴ്സ് ചോയ്സ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ പോയിന്റ് യൂസറിനാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻ ചോയ്സ് പേപ്പറും യൂസർ ചോയ്സ് സിസ്റ്റേഴ്സുമായിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവിടെ പോയിന്റ് കിട്ടുന്നത് സിസ്റ്റത്തിനാണ്. അതുപോലെ അഡ്വാൻറ്റേജ് വരുന്ന രീതിയിൽ മൊത്തം ടോട്ടൽ ഒരു 6 കമാൻഡ്സ് കിട്ടും. പിന്നെ നമ്മൾ ഈ ഈഫിനല്ല എലീഫ് ആക്കി കൊടുക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്തുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പൈത്തണിലെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു ഇഫ്, അതേപോലെ ഒരു എലീഫ്, അത് കഴിഞ്ഞിട്ടില്ല അസ്റ്റേഴ്സ്, ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ കമാൻഡ്സ് പോകുന്നത്. സോ ഫസ്റ്റ് വരുന്ന സാധനം മാത്രം ഇഫ് കൊടുക്കുക, തൊട്ടായിട്ടുള്ള എലീഫ് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൽസ് എന്ന് പറഞ്ഞൊരു കമാൻഡോടെ എൻ്റർ ചെയ്യണം. അതായത് നമ്മളൊരു ചോയ്സ് നമ്മൾ തെറ്റായിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാൻ വാലിഡ് ചോയ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ വരണം. കാരണം നമ്മൾ ഫസ്റ്റ് കൊടുത്തല്ല നമ്മൾ 3 ഓപ്ഷൻസ് ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ ഇൻവാലിഡ് ആയിട്ടൊരു സംഭവം എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എൻ്റർ ചെയ്യാൻ വാലിഡ് ചോയ്സ് എന്ന് പൈത്തൺ വീണ്ടും പറഞ്ഞിട്ട് മേളത്തെ ലൂപ്പ് വീണ്ടും റൺ ആവുന്നതാണ്. ഈ സപ്പോസ് നമ്മളിങ്ങനെ കളിച്ച് പോയി നമ്മളുടെ സിസ്റ്റത്തിൻ്റെ സ്കോറ് 4 മേളിൽ പോയി, അതായത് 5 വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സിസ്റ്റം വിന്നായെന്നുള്ള രീതിയിലായിരിക്കും പിന്നെ നമുക്ക് പോയിന്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ സിസ്റ്റത്തിൽ യൂസറിൻ്റെ സ്കോറാണ് 4 മേളിൽ പോയി 5 ആകുന്നുണ്ടെങ്കിൽ യൂസർ വിന്നായെന്നുള്ള രീതിയിലും വരുന്നതാണ്. അതായത് സിസ്റ്റം വിന്നാകുമ്പോൾ ഗെയിം ഓവർ സിസ്റ്റം ആണെന്ന് പറഞ്ഞൊരു കമാൻഡ് പ്രിൻ്റ് ആവുന്നു. അതുപോലെ തന്നെ യൂസറിൻ്റെ സ്കോർ 4 മേളിൽ പോയി 5 ആകുമ്പോൾ കൺഗ്രാജുലേഷൻസ് യു ആണെന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റും പ്രിൻ്റ് ആവുന്നു. സോ അതിൻ്റെ തൊട്ടായിട്ട് നമ്മൾ ബ്രേക്ക് കൊടുത്തു. ഇത്രയുള്ള നമ്മുടെ പ്രോഗ്രാം നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, റൺ ചെയ്ത് നമ്മൾ കളിക്കുന്ന ടൈമിൽ നമുക്ക് ഇതേപോലെ വരുന്നതാണ്. കേട്ടോ, പോയിസ്റ്റ് സിസ്റ്റം പോയിസ്റ്റ് യൂസർ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് കളിച്ച് പോയി ഈ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് വലത്ത് ബെൽ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാൻ മറക്കണ്ട. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാവുന്ന ഔട്ട്.